മോളെ എന്ന് വിളിച്ച് മുറിയുടെ മൂലയിൽ കുനിഞ്ഞിരിക്കുന്ന അവളുടെ അരികിലേക്ക് അവർ ഓടിച്ചെന്നു. കാൽമുട്ടിൽ മുഖം പൂയിട്ടിരിക്കുന്നവളുടെ മുഖം ബലമായി പിടിച്ചു ഉയർത്തിയപ്പോൾ കരഞ്ഞു കലങ്ങിയ കണ്ണുകളോട് അവൾ അവരുടെ നെഞ്ചിലേക്ക് വീണു. വലത് കൈയിലെ ഉള്ളം കയ്യിൽ നിന്നാണ് രക്തം വരുന്നതെന്ന് മനസ്സിലാക്കിയ കമലമ്മ അവൾ അവരിൽ നിന്നും മടത്തി മാറ്റി പുറത്തേക്ക് പോയി ശ്യാമനെ വിളിച്ചു കൊണ്ടുവന്നു. ശ്യാമ ആ മുറി വൃത്തിയാക്കിയപ്പോൾ കമലമ്മ അവളെ നിലത്തിൽ നിന്ന് എഴുന്നേൽപ്പിച്ചു. മുറിയുടെ പുറത്തേക്ക് കൊണ്ടുവന്ന് കയ്യിലെ ചില്ലെല്ലാം പൊറുക്കി കളഞ്ഞ് മുറിവ് ക്ലീൻ ചെയ്ത് കൊടുത്തു. കരഞ്ഞു കലങ്ങിയ കൺപോളകൾ തുടച്ചു കൊടുത്തു. അവർ അവൾക്ക് ഭക്ഷണം വാരി കൊടുത്തു. ഒന്നും മിണ്ടാതെ അവളൊരു പ്രതിമയെപ്പോലെ അവർ ചെയ്യുന്നതിനെല്ലാം നിന്നു കൊടുത്തു. എന്തോ അവൾ ഒറ്റയ്ക്ക് വിടാൻ തോന്നാഞ്ഞതുകൊണ്ട് കമലമ്മ അന്ന് മുഴുവൻ അവളുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. ഒരുപക്ഷെ ഒറ്റയ്ക്ക് അവളെ എത്തിയാൽ അവനോടുള്ള ദേഷ്യം കൊണ്ട് എന്തെങ്കിലും കടുകൈ ചെയ്യുമോ എന്നവർ ഭയന്നിരുന്നു. ഇടയ്ക്ക് ധൃതി വിളിച്ച് കാര്യങ്ങൾ ചോദിച്ചപ്പോൾ അവളുടെ അരികിൽ നിന്ന് മാറി നിന്ന് കമലമ്മ കാര്യങ്ങൾ പറഞ്ഞു. റാമിൻ്റെ അവസ്ഥ അറിയാവുന്ന ധൃതി ഇതെല്ലാം പറഞ്ഞാൽ അവൻ വീണ്ടും അവളുടെ അരികിലേക്ക് ഓടിച്ചെന്ന് വീണ്ടും വഴക്കുണ്ടാകുന്ന അറിയാവുന്നത് കൊണ്ട് തന്നെ അവനോടൊന്നും പറയാതെ ഒഴിഞ്ഞു മാറി. അന്ന് മുഴുവൻ റാം ഓഫീസിലേക്ക് പോയില്ല. പോകാൻ മനസ്സനുവദിച്ചില്ല. അത് അഗ്നിതയിൽ കുരുങ്ങിക്കിടന്നു. ഗസ്റ്റ് ഹൗസിൽ സമയം ചെലവഴിച്ചു അവൻ. ഇടയ്ക്ക് അവളെ പറ്റി അറിയാൻ കമലമ്മയെ വിളിച്ച് ചോദിച്ചപ്പോൾ ധൃതിയുടെ നിർദ്ദേശപ്രകാരം അവരൊന്നും പറഞ്ഞില്ല അവനോട്. വൈകിട്ടോടെ അവൾ ഓക്കെ ആയിരുന്നു. രാവിലത്തെ ആ ദേഷ്യമെല്ലാം മാറിപ്പോയെന്ന് കമലമ്മക്ക് മനസ്സിലായിരുന്നു. സീറ്റൗട്ടിൽ ചെന്ന് പുറത്തേക്ക് കണ്ണു നട്ട് നിൽക്കുന്നവളുടെ അരികിലേക്ക് കഴിക്കാനുള്ള 4 മണി പലഹാരവും ചായയുമായി അവർ പോയി. കമലമ്മയെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചിട്ട് ഒരു കപ്പ് കോഫി എടുത്ത് ചുണ്ടോട് ചേർത്തു. കാറ് കഴുകി കഴിഞ്ഞ് വന്ന ശ്യാം സീറ്റൗട്ടിലിരിക്കുന്ന നിധിയെ അത്ഭുതത്തോടെ നോക്കി. കമലമ്മയോട് എന്തൊക്കെയോ പറഞ്ഞ് ചിരിക്കുന്ന അവളെ അവർ അത്ഭുതത്തോടെയാണ് നോക്കിക്കണ്ടത്. ഉച്ചയ്ക്ക് അവൾ മയങ്ങാൻ പോയപ്പോൾ തങ്ങളുടെ അടുത്ത് വന്ന് നിതക്ക് നല്ല മാറ്റമുണ്ടെന്ന് കമലമ്മ പറഞ്ഞപ്പോഴും ശ്യാം രാഘവേട്ടനും വിശ്വസിച്ചില്ല. കാരണം അതിനുശേഷം പിന്നെ ഉണ്ടായത് അത്രയും നല്ല കാര്യങ്ങളല്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ മുന്നിൽ നടക്കുന്നത് കണ്ടപ്പോൾ അവർ ശരിക്കും അത്ഭുതപ്പെട്ടു. കമലമ്മ പറഞ്ഞത് സത്യമാണെന്ന് അപ്പോൾ അവന് മനസ്സിലായി. അവിടെ അരികെ പോകാൻ ആഗ്രഹം തോന്നിയെങ്കിലും അവനതിൽ നിന്നും മടിച്ചു. താൻ കേവലം ഒരു ഡ്രൈവറാണല്ലോ എന്നൊരു ചിന്തയായിരുന്നു അവന്. ഇനി അവരുടെ അടുത്തേക്ക് വന്നാൽ അവളെങ്ങനെ പ്രതികരിക്കുന്ന അറിയില്ല. അതുകൊണ്ട് തന്നെ അവൻ അവിടെ തന്നെ നിന്ന് അവളുടെ പ്രവൃത്തികളെ വീക്ഷിച്ചു. ചിരിക്കുമ്പോൾ അവളെ കാണാൻ പ്രത്യേക ഭംഗിയാണെന്ന് അവൻ മനസ്സിലാക്കി. അവളുടെ ചിരിക്കുന്ന മുഖം ആദ്യമായാണ് അവൻ കാണുന്നത്. കമലമ്മയോട് സംസാരിക്കുന്നതിനിടയിലാണ് അവരെ തന്നെ നോക്കി നിൽക്കുന്ന ശ്യാമിനെ നിത ശ്രദ്ധിച്ചത്. അവളുടെ നോട്ടം കണ്ട് കമലമ്മയും അവിടേക്ക് നോക്കിയതും അവിടെ പെട്ടെന്നുള്ള നോട്ടം കണ്ട് എന്ത് ചെയ്യണമെന്ന് അറിയാതെ അവിടെ കിടന്ന് പരുങ്ങി അവനെ കമലമ്മ അവരുടെ അടുത്തേക്ക് വിളിച്ചു. അവരുടെ അരികിലേക്ക് വന്നവൻ മുറ്റത്ത് നിന്ന് അവരെ നോക്കി ഒന്ന് ചിരിച്ചു. ശ്യാമേ, കയറിയിരിക്കടാ, നീ രാഘവട്ട് കൂടെ വിളിക്കും, ഞാൻ ചായ എടുക്കാൻ രണ്ടാൾക്കും. അവനോട് പറഞ്ഞവർ ചായ എടുക്കാൻ പോയപ്പോൾ അവളെ നോക്കിയൊന്നു കൂടെ ചിരിച്ച് അവൻ രാഘവട്ട് വിളിക്കാൻ പോയി. കമലമ്മ തിരിച്ചു വരുമ്പോൾ അവരും അവൾക്ക് അരികിലേക്ക് വന്നിരുന്നു. നോക്കു മോളെ, ഞാനിന്ന് ഉച്ചയ്ക്ക് ഇവരോട് മോളുടെ മാറ്റത്തെ പറ്റി പറഞ്ഞപ്പോൾ ഇവർ വിശ്വസിച്ചില്ല, പ്രത്യേകിച്ച് ഈ ശ്യാമ്. അങ്ങനെയൊന്നുമില്ല മേഡം, ഈ കമലമ്മ വെറുതെ പറയാ. ഞാൻ പെട്ടെന്ന് കമലമ്മ പറയുന്നത് കേട്ടപ്പോൾ സോറിട്ടെ മേഡം, ഇപ്പം അങ്ങനെയൊന്നുമില്ല, ഇപ്പം എനിക്ക് വിശ്വാസമായി. അതെ ശ്യാമേട്ടാ, ഈ മേഡം വിളി വേണ്ട കേട്ടോ. അയ്യോ, അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ? സാറിന് ഞങ്ങൾ അങ്ങനെ വിളിക്കുമ്പോൾ സാറിന് നിങ്ങൾ എങ്ങനെ വേണേലും വിളിച്ചോ, പക്ഷെ എന്നെ വിളിക്കണമെന്നാ ഞാൻ പറഞ്ഞേ. അവൾ കുറച്ച് അനിഷ്ടത്തോടെ പറഞ്ഞതും കമലമ്മ അവരെ നോക്കി കണ്ടുരുട്ടി. മേഡം, അല്ല സോറി, അപ്പം ഞങ്ങൾ എന്താ വിളിക്കേണ്ടേ? എൻ്റെ പേര് വിളിച്ചോ, നീത. എന്നാ നീതാന്ന് വിളിക്കാം അല്ലേ രാഘവേട്ടാ? ആയിക്കോട്ടെ, കുഞ്ഞിന് അതാണ് ഇഷ്ടമെങ്കിൽ അങ്ങനെ വിളിക്കാം, നമുക്ക് എന്താ കുഴപ്പമല്ലേ? ശ്യാമേട്ട എന്താ പറയാൻ വന്നേ? എന്തോ അവളുടെ ശ്യാമേട്ടൻ വിളി അവനിലൊരു കുഞ്ഞനിയത്തി കിടന്നേടാൻ പെട്ടെന്ന് കഴിഞ്ഞു. അവളോട് അത് തിരുത്താനും അവൻ നിന്നില്ല. തിരുത്തിയാലും അത് മാറ്റില്ലെന്ന് അവനും അറിയാമായിരുന്നു. അത് ഞാൻ ഇതിയുടെ ചിരി കാണാൻ നല്ല ഭംഗിയാണെന്ന് പറയാൻ വന്നതാ. ഇങ്ങനെ ചിരിക്കുന്നത് ആദ്യമായാണ് കാണുന്നതേ. അത് നീ പറഞ്ഞത് നേരാ ശ്യാമേ, കുഞ്ഞിൻ്റെ മുഖത്ത് ഇപ്പോൾ നല്ല തിളക്കൊക്കെ ഉണ്ട്. പിന്നെ മോൾക്ക് ഈ സമയത്ത് എന്തെങ്കിലും കഴിക്കാൻ തോന്നുന്നുണ്ടെങ്കിൽ പറയാൻ പാടിക്കണ്ട കേട്ടോ. ഞങ്ങളൊക്കെ ഇവിടെ ഉണ്ട്, എന്ത് കഴിക്കാൻ തോന്നിയാലും അപ്പം പറയണം. കമലമ്മ ഇന്നലെ പറഞ്ഞില്ലേ ഇവിടെ അടുത്തൊരു അമ്പലം ഉണ്ടെന്ന്, നമുക്ക് ഇന്ന് അവിടെ ഒന്ന് പോയാലോ? നിങ്ങളെങ്ങനെ പോകണേ? നടന്നിട്ടാണോ? നടക്കാനുള്ള ദൂരമല്ലേ ഉള്ളൂ. മോൾക്കൊരു 7 മാസമൊക്കെ ആവുമ്പോൾ നമുക്ക് കാറിൽ പോകാം, അതുവരെ നടക്കാം. അത് ആരോഗ്യത്തിനും അമ്മക്കും കുഞ്ഞിനും നല്ലതാ. അത് പോരെ മോളെ? ആ, എന്നാൽ അത് മതി. അങ്ങനെയാണെങ്കിൽ കുളിച്ചു മാറി പുറപ്പെട്ടോളൂ കേട്ടോ. നാട് അടുക്കുന്നതിന് തൊഴുതു വന്നേ, ആദ്യം ഇരുട്ടാവാനും നിൽക്കണ്ട, വയറ്റിലുള്ളതല്ലേ. രാഘവേട്ടൻ പറഞ്ഞു നിർത്തി കയ്യിലെ ചായ ഗ്ലാസ് കമലമ്മക്ക് കൊടുത്തു. അതിനെ ശരി വെച്ചുകൊണ്ട് അവരും തലയാട്ടി അകത്തേക്ക് പോയി. കുളിച്ചിറങ്ങി വന്ന അഗ്നിതയെ നോക്കി കമലമ്മ അവളെയും കൊണ്ട് കമലമ്മയുടെ മുറിയിലേക്ക് കൊണ്ടുപോയി. ഒരു പൊട്ടെടുത്ത് അവളുടെ നെറ്റിയിൽ കുത്തിക്കൊടുത്തു. ഇച്ചിരി കൺമശിയെടുത്ത് അവളുടെ കണ്ണുകളിൽ ചാലിച്ചു. മുറിക്ക് പുറത്തിറങ്ങി അവളെ അവരവിടെ പിടിച്ചു നിർത്തി. പൂജാമുറിയിലേക്ക് പോയി വിരലിനാൽ ഒരു നുള്ളു കുങ്കുമം എടുത്ത് അവളുടെ അരികെ ചെന്ന് അവളുടെ സീമന്തരയിലേക്ക് തൊടാൻ നിന്നതും അവൾ ആ കൈ തടഞ്ഞു. എനിക്കിതിൻ്റെ ആവശ്യമില്ല.
മോളെ അത് കല്യാണം കഴിഞ്ഞ സ്ത്രീകള് എനിക്കിത് വേണമെന്ന് ഞാൻ പറഞ്ഞു. അതിൽ മാറ്റമൊന്നുമില്ല. എൻ്റെ നിങ്ങളോടുള്ള മാറ്റം ഒരിക്കലും അയാളിൽ ഉണ്ടാവില്ല. എൻ്റെ മനസ്സിൽ അയാളൊന്ന് വെറുക്കപ്പെട്ടനായിരിക്കും. ഈ ജന്മം ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും അങ്ങനെ തന്നെയായിരിക്കും. ശബ്ദം കനപ്പിച്ച് പറഞ്ഞ് അവരൊന്ന് നോക്കി. എന്തോ അവളുടെ മുഖത്തെ സങ്കടം കണ്ടപ്പോൾ അവൾക്ക് എന്തോ പോലെയായെന്ന് വെച്ച് ആർക്കു വേണ്ടിയും മാറാൻ അവൾ ഒരുക്കമല്ലായിരുന്നു. ഒരിക്കലും അയാളെപ്പോലെ ഒരുത്തൻ താൻ മനസ്സിലിടം നൽകില്ലെന്ന് അവൾ ഉറച്ച് തീരുമാനിച്ചിരുന്നു. നമുക്ക് പോകാം മോളെ. അവൾ പറഞ്ഞതിന് മറുപടി പറയാതെ അവരതും പറഞ്ഞ് നടക്കാൻ ഒരുങ്ങിയതും അവൾ കമലമ്മയുടെ കയ്യിൽ പിടിച്ച് തടഞ്ഞു നിർത്തി. കമലമ്മയ്ക്ക് വിഷമായോ? ഇല്ല കുട്ടി, നിന്നെനിക്ക് മനസ്സിലാവും. ഒരു വേള ഞാൻ നിന്നെപ്പറ്റി മറന്നുപോയി. നീ ഒരു സുമംഗലിയാണെന്ന് മാത്രമേ ഞാൻ ചിന്തിച്ചുള്ളൂ. എനിക്ക് വിഷമോ പരാതിയോ ഒന്നുമില്ല. ഇളം പുഞ്ചിരിയാൽ അവളെ ചേർത്ത് നിർത്തിയവർ പറഞ്ഞപ്പോൾ അവൾക്കും ആശ്വാസമായി. അവരുടെ കയ്യിൽ പിടിച്ച് മറുകയിൽ അവളുടെ ഉദരത്തെ പുലുകിയും രണ്ടുപേരും അമ്പലത്തിലേക്ക് നടന്നു. അവർ പോയത് ഉണ്ണിക്കണ്ണൻ അമ്പലത്തിലേക്കായിരുന്നു. കൃഷ്ണഭക്തി അവിടുത്തെ കാറ്റിൽ പോലും വലിഞ്ഞു ചേർന്നിരിക്കുന്നത് അവൾ അറിഞ്ഞു. സന്ധ്യാസമയമായ കാരണം അവിടെ മാക്ക് കർപ്പൂരഗന്ധം പടർന്നു പിടിച്ചിരുന്നു. അവളെ നടപ്പുരയിലിരുത്തി എന്തൊക്കെയോ ക്ഷേത്ര വഴിപാടുകൾക്കും അർച്ചനകൾക്കുമായി കമലമ്മ കൗണ്ടറിലേക്ക് നടന്നു. അവൾക്കും കുഞ്ഞുങ്ങൾക്കും രാമനും വേണ്ടി വഴിപാടുകൾ നേർന്നുകൊണ്ട് അതുമായി പൂജാരിയുടെ അടുത്തേക്ക് ചെന്നു. തിരികെ അഗ്നിയുടെ അരികിലേക്ക് ചെല്ലുമ്പോൾ അവൾ നല്ല പ്രാർത്ഥനയിലായിരുന്നു. ഉണ്ണിക്കണ്ണന്റെ മുന്നിൽ കണ്ണുകളടച്ച് കാര്യങ്ങൾ കൂപ്പി ഭക്തിയോടെ നിൽക്കുന്നവളെ ഒന്ന് നോക്കി ഭഗവാൻ നേരെ അവിടെ കണ്ണുകളും അടഞ്ഞു. കമലമ്മയുടെ പ്രാർത്ഥനയിൽ രാമൻ്റെയും കുഞ്ഞുങ്ങളും നിറഞ്ഞു നിന്നപ്പോൾ അവളുടെ പ്രാർത്ഥനയിൽ തൻ്റെ കുഞ്ഞുങ്ങൾ മാത്രമായിരുന്നു. ഇടയ്ക്കപ്പോഴോ നിറഞ്ഞൊഴുകിയ കണ്ണുകൾ തുറച്ചുകൊണ്ട് കമലമ്മയെ ഒന്ന് നോക്കി വലം വെക്കാൻ തുടങ്ങി. വലം വെച്ച് വന്ന് അവൾക്ക് പിന്നാലെ തന്നെ കമലമ്മയും വന്നിരുന്നു. അവർ വന്നതും കമലമ്മ ഏൽപ്പിച്ച വഴിപാടുകൾ നടത്തി അവർക്കുള്ള പ്രസാദവുമായി പൂജാരി വന്ന് കയ്യിലെ പ്രസാദം കമലമ്മക്ക് നേരെ നീട്ടിയപ്പോൾ അത് വാങ്ങാനായി കമലമ്മ നിധിയുടെ നേരെ ആംഗ്യം കാണിച്ചു. അവൾ പൂജാരിയുടെ കയ്യിൽ നിന്നും പ്രസാദം വാങ്ങി ഇലക്കേറിൽ നിന്നും മഞ്ഞളും ചന്ദ്രവും കുങ്കുമവും ചാലിച്ച പ്രസാദം നെറ്റിയിൽ ചാർത്തി കമലമ്മക്ക് നേരെ ഇലക്കേറി നീട്ടിയപ്പോൾ അവരും അതിൽ നിന്ന് അല്പമെടുത്ത് നെറ്റിയിൽ ചാർത്തി. മോളെ, ദീപാരാധന കഴിഞ്ഞ് പോയാൽ മതിയോ? മോൾക്ക് വല്ല ക്ഷീണോ വല്ലതോ തോന്നുന്നുണ്ടോ? ഉണ്ടേ നമുക്ക് പോകാട്ടോ. അല്ലേ കുറച്ചു നേരം ആൽത്തറയിലിരുന്ന് ദീപാരാധന കഴിഞ്ഞ് പോകാം. നേരെ ഒരുപാടാകില്ലേ? അതിന് നമുക്ക് ശ്യാമനെ വിളിക്കാം. മോൾക്ക് വല്ല ക്ഷീണോ മറ്റുണ്ടെങ്കിൽ അത് പറ. എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഇവിടെ ഇരിക്കാം. കമലമ്മ വിളിച്ച് പറഞ്ഞാൽ മതി. എന്നാ മോൾ ഇവിടെ ഇരിക്കൂട്ടോ, ഞാൻ ആ ശ്യാമനെ വിളിച്ച് പറയാം. അവളെ അവിടെ ഇരുത്തി അവർ ശ്യാമനെ വിളിച്ച് പറഞ്ഞ് തിരികെ വരുമ്പോഴും അവൾ അവിടെ മുഴുവൻ കണ്ണോടിക്കുന്ന തിരക്കിലായിരുന്നു. മോൾക്ക് ഈ അമ്പലമൊക്കെ ഇഷ്ടമായോ? ആ, ഇവിടെ ഇരിക്കും നല്ല പോസിറ്റീവ് ഫീല്. വളരെ കാലങ്ങൾക്ക് ശേഷം എനിക്കിങ്ങനെ ഒരു അനുഭവം കിട്ടുന്നത് ഞാൻ ഒത്തിരി ഹാപ്പിയാണ്. ഇന്ന് എനിക്ക് കൂട്ടായി എൻ്റെ മക്കളുണ്ട്, എൻ്റെ സ്വന്തം മക്കള്. മോളെ, ഞാനൊരു കാര്യം ചോദിച്ചാ ദേഷ്യപ്പെടരുത്. എന്താ കമലമ്മേ? അത് മോൾക്ക് ഒരിക്കലും രാമനോട് ക്ഷമിക്കാൻ കഴിയില്ലേ? വേണ്ട കമലമ്മേ, ആ ടോപ്പിക്ക് നമുക്ക് വിടാം. എനിക്ക് താല്പര്യമില്ല. ഞാൻ പറഞ്ഞില്ലേ കമലമ്മയോട്, ഞാനിപ്പോൾ ഒത്തിരി ഹാപ്പിയാണ്. ഒത്തിരി. ഞാൻ എൻ്റെ മക്കളും മാത്രമുള്ള ലോകം. അവിടേക്ക് ആരും വരണ്ട, വേറെ ആരും. കമലമ്മക്ക് അറിയോ, ഒരു രാത്രിയുടെ മോഹം തീർക്കാൻ വേണ്ടി മാത്രമായിരുന്നു രാമന് ഞാൻ. വെറും എൻ്റെ ശരീരത്തോട് മാത്രം തോന്നിയ അഭിനിവേശം, പച്ച മലയാളത്തിൽ കാമം. ആ കാമത്തിൽ അയാൾക്ക് അബദ്ധത്തിൽ പിറവിയെടുത്തതാണ് എൻ്റെ വയറ്റിലുള്ള മക്കൾ. ഞാനും എൻ്റെ മക്കളും അയാളെ സംബന്ധിച്ച് അയാളുടെ ജീവിതത്തിൽ സംഭവിച്ചൊരു കയ്യബദ്ധം മാത്രമാണ്. ചിലപ്പോഴൊക്കെ നമ്മുടെ കയ്യിൽ നിന്ന് ചില്ലി ഗ്ലാസ് വഴുതി വീണ് പൊട്ടാറില്ലേ? അതേപോലെയാണ് ഞാൻ. അയാളുടെ കയ്യിൽ നിന്നും അബദ്ധത്തിൽ വീണ് പോയവൾ. പക്ഷേ ഉടഞ്ഞു പോയതിൻ്റെ ജീവിതവും സ്വപ്നവുമായിരുന്നു. അതിൻ്റെ വില ഒരിക്കലും ആർക്കും മനസ്സിലാകില്ല. റാം എന്ന റാണ വിക്രംനാഥിൻ്റെ സമ്പാദ്യം കൊണ്ട് ഒരിക്കലും എൻ്റെ സ്വപ്നങ്ങൾക്ക് വില നൽകാനാവില്ല. അവളുടെ കണ്ണിൽ നിന്നും വിഴുനീര് ഒഴുകിയിറങ്ങിയതും അത് തുടച്ചുകൊണ്ട് അവൾ കമലമ്മയുടെ തോളിലേക്ക് ചാഞ്ഞു. മോളെ, എനിക്ക് വിഷമൊന്നുമില്ല. പക്ഷേ അയാൾക്ക് എൻ്റെ ജീവിതത്തിൽ ഒരു സ്ഥാനം ഉണ്ടാവില്ല ഒരിക്കലും. കമലമ്മക്ക് രാമനോടുള്ള സ്നേഹം എനിക്കറിയാം. പക്ഷേ അതെന്നോട് വാശി പിടിക്കരുത് കമലമ്മേ. പറ്റില്ല എനിക്ക്. അയാളെ കാണുന്തോറും അയാൾ എന്നോട് ചെയ്ത ക്രൂരത എന്നിലേക്ക് ഓടിയെത്തും. എൻ്റെ മക്കളെപ്പറ്റി ആലോചിക്കും തോറും അവനെപ്പറ്റി ഓർമ്മ വന്നാലും ഞാൻ മനപ്പുറം മറക്കാൻ ശ്രമിക്കുകയാണ്. അയാളെപ്പറ്റി ഓർക്കുമ്പോൾ എൻ്റെ മക്കളെ പോലും എനിക്ക് അറിഞ്ഞ് സ്നേഹിക്കാൻ കഴിയില്ല. കുഞ്ഞേ, പറ്റില്ല കമലമ്മേ. എനിക്ക് എൻ്റെ അനുവാദമില്ലാതെ എൻ്റെ ശരീരം സ്വന്തമാക്കിയവനാണ്. ഇനി എത്രയൊക്കെ മാറിയെന്ന് പറഞ്ഞാലും ഉൾക്കൊള്ളാൻ എനിക്ക് ആവില്ല. ഇപ്പം എന്നോട് കാണിക്കുന്ന സ്നേഹം പോലും കപടതയല്ലെന്ന് ആർക്കറിയാം? കമലമ്മക്ക് അതിൽ ഉറപ്പ് പറയാൻ പറ്റുമോ? എത്രയൊക്കെ മാറിയെന്ന് പറഞ്ഞാലും അതെല്ലാം മുഖംമൂടിയാവും. ഒരുപക്ഷെ എന്നെയും കുഞ്ഞുങ്ങളെയും ഇല്ലാതാക്കാനല്ലെന്ന് ആര് കണ്ടു? കയ്യബദ്ധത്തിൽ അവൻ്റെ ജീവിതത്തിൽ സംഭവിച്ച പാകപ്പിഴയെ ഇപ്പോൾ പൊതിഞ്ഞു പിടിക്കുന്നു. നാളെ അവസരം കിട്ടുമ്പോൾ ഞങ്ങൾ 4 പേരെയും ഒരുമിച്ച് ഇല്ലാതാക്കുറാം. അയാൾ ഇന്നേ വരെ ചെയ്യുന്ന ഓരോ പ്രവൃത്തിക്കും ലാഭം മാത്രമായിരുന്നു ലക്ഷ്യം. ഈ സ്നേഹവും അതുപോലെ എന്തെങ്കിലും തരത്തിൽ ലാഭം മാത്രം കണ്ടുകൊണ്ടാവും. അത് ഇന്നല്ലേ നാളെ കമലമ്മക്ക് മനസ്സിലാകും. കമലമ്മ, നമുക്ക് പോകാം. എന്താ മോളെ, വയ്യായിക വല്ലതും ഉണ്ടോ? എനിക്ക് എന്നൊക്കെ എടുക്കാൻ തോന്നുന്നു. ശ്യാമേട്ട എപ്പോഴാ ഭാര്യ? ഒന്ന് വിളിച്ചു നോക്കോ?
ഇനിയും റാമിനെ പറ്റി സംസാരിക്കാൻ താല്പര്യമില്ലാത്തത് കൊണ്ട് അവൾ അവിടുന്ന് പോകാൻ തിടുക്കം കാട്ടി. അവളുടെ മനസ്സ് തീരെ ശരിയല്ലാത്തത് കൊണ്ട് അവിടുന്ന് പോകാമെന്ന് അവർ തീരുമാനിച്ചു. അല്പസമയത്തിനുള്ളിൽ ശ്യാം കാറ് കൊണ്ട് വന്നതും അതിൽ കയറിയ പാട് ആരുടെയും ചോദ്യങ്ങൾക്ക് മറുപടി നൽകാതെ സീറ്റിൽ ചാരി കണ്ണുകൾ അടച്ചിരുന്നു. അമ്പലത്തിലേക്ക് പോയ സന്തോഷം തിരിച്ചവളുടെ മുഖത്തില്ലാതിരുന്നത് ശ്യാമും ശ്രദ്ധിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ കമലമ്മയോട് കാര്യമെന്നെന്ന് കണ്ണുകൾ കൊണ്ട് ചോദിച്ചതും ഒന്നുമില്ലെന്ന തരത്തിൽ അവർ അവന് മിഴികൾ ചിമ്മിക്കാണിച്ചു. വീട്ടിലെത്തിയതും അകത്ത് കയറിപ്പോയ അഗ്നിത കണ്ടു തങ്ങളെ കാത്തുന്ന പോലെ ഹാളിലിരിക്കുന്ന റാമിനെ. അവൻ്റെ നോട്ടം തന്നെ നേരിയാണെന്ന് മനസ്സിലായവൾ അവന് മുഖം കൊടുക്കാത്ത റൂമിലേക്ക് പോയിരുന്നു. അവനെന്തേലും പറയാനോ സംസാരിക്കാനുള്ള സാവകാശം പോലും അവൾ കൊടുത്തില്ല. അതിനു മുന്നേ അവളുടെ മുറിയുടെ വാതിലുകൾ അടഞ്ഞിരുന്നു. അവൾ പോയ വഴിയെ നിസ്സഹനായി നോക്കി നിൽക്കുന്ന അവനരികെ കമലമ്മ ചേർന്ന് നിന്നു. കമലമ്മേ, എന്നെ ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നില്ലല്ലോ അവള്. ഇടറിയ സ്വരത്തിൽ അവനത് പറയുമ്പോൾ ഒരു നിസ്സഹായതയോടെ അവരവനെ തിരികെ നോക്കിക്കൊണ്ട് അവരുടെ കയ്യിലെ പ്രസാദം അവൻ്റെ നെറ്റിയിൽ തുടിച്ചു. നിന്റെ വേദന എനിക്ക് മനസ്സിലാകുന്നുണ്ട്. ഒരുവേള നീ അവളെ മനസ്സിലാക്കാൻ ശ്രമിച്ചിരുന്നുവെങ്കിൽ അവൾ ഇങ്ങനെയൊന്നും ആകില്ലായിരുന്നു. അവളൊരു പാവ. പക്ഷേ നീ അവളോട് ചെയ്ത ചെയ്തികളാണ് അവൾ ഇങ്ങനെയാക്കിയത്. അതിന് പശ്ചാത്താപം ഒരു പരിഹാരമല്ലെന്ന് പറയുന്നില്ല. പക്ഷേ അത് അവൾക്ക് മനസ്സിലാകണം. ഇന്ന് ഞാൻ അവളോട് സംസാരിച്ചു. സത്യത്തിൽ നിന്റെ പേര് പോലും കേൾക്കാൻ അവൾ ആഗ്രഹിക്കുന്നില്ല. നിന്നെപ്പറ്റി പറയുന്ന ഓരോ വേളയിലും നീ അവളോട് ചെയ്ത പ്രവൃത്തികൾ അവൾ ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരിക്കും. അത് അവളിൽ നിന്ന് മായത്തോളം കാലം നീ അവൾക്ക് ശത്രു തന്നെ ആയിരിക്കും. നീ എത്രയൊക്കെ അവളോട് അടുക്കാൻ ശ്രമിച്ചാലും അവൾ നിന്നിൽ നിന്ന് അകലും, നിന്നെ കൂടുതൽ വെറുക്കും. നീ ഇപ്പോൾ കാണിക്കുന്ന സ്നേഹം പോലും അഭിനയമാണെന്ന് പറയുന്ന അവളെ എനിക്കോ നിനക്കോ തിരുത്താൻ കഴിയില്ല. അത് പതിയെ അവളിൽ നിന്ന് തുടച്ചു മാറ്റണം. കാത്തിരിക്കുക തന്നെ വേണം റാം. ഞാൻ കാത്തിരിക്കും കമലമ്മേ. എൻ്റെ നിതയ്ക്ക് വേണ്ടി എനിക്ക് ഉറപ്പുണ്ട് ഒരു നാൾ അവൾ എന്നെ മനസ്സിലാക്കും. നിറഞ്ഞു വന്ന കണ്ണുകൾ തുടച്ചുകൊണ്ട് അവന് മുകളിലേക്ക് കയറിപ്പോയി.